ഇപ്പൊ നമ്മള് ക്രിസ്മസിലേക്ക് നമ്മളിങ്ങനെ എത്തുമ്പോ ക്രിസ്മസ് കരോളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ഓർമ്മകളാണ് മാമിന്റെ മനസ്സിൽ പെട്ടെന്ന് പെട്ടെന്ന് ക്രിസ്മസ് കരോൾ? ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസ് എന്ന് പറയുമ്പോ എന്താണെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള, ഇല്ലെങ്കിൽ കാണുമ്പോ തന്നെ കൊതി തോന്നുന്ന ഒന്നാണ് ക്രിസ്മസ് ട്രീ അലങ്കരിച്ചത്. ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ക്രിസ്മസ് ട്രീ കാണുമ്പോ തന്നെ നമുക്ക് അതിന്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുക്കാൻ തോന്നിപ്പോകും. എന്ത് പറ്റി കേക്കിനെ കുറിച്ച് പറയാതെ? ഫസ്റ്റ് അത് പറയാൻ എനിക്കില്ലേ, പ്ലം കേക്ക് ഞാൻ അത്ര വലിയ ഫാനല്ല, അത്ര ഫാനല്ല. അതെല്ലാരും അതിശയത്തോടെ കേൾക്കാറുണ്ട്. പ്ലം കേക്ക് ഇഷ്ടമില്ല എന്നല്ല, ഫാനല്ല, അത്രേ ഉള്ളൂ. അതായത് ഞാനൊന്നും നോ പറയുന്ന ഒരാളല്ല. ഓക്കെ, ചോക്ലേറ്റി ആയിട്ടുള്ളാണെങ്കിൽ പിന്നെയും നോക്കാം. ക്രിസ്മസിന് പ്ലം കേക്ക് ആണ്. അതെ, അതാണ് ആഗ്രഹപ്രകാരം. പിന്നെ അത് ചോക്ലേറ്റ് കേക്ക് ആക്കാൻ പറ്റില്ല ഞങ്ങൾക്ക്. വേണ്ട, അങ്ങനെ മാറ്റണ്ട. പക്ഷെ ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. പക്ഷെ പ്ലം കേക്ക് കിട്ടിയാൽ കഴിക്കൂല്ലോ മേ? ഓഫ് കോഴ്സ്. അപ്പൊ ഞാൻ 5 പീസ് കഴിക്കുന്നതിന് പകരം 2 പീസ് കഴിക്കുമായിരുന്നു. അല്ല, 5 പീസ് കഴിച്ചോ? വേണ്ട, എനിക്ക് 2 പീസ്. അപ്പൊ എന്താ പറയുക, ഞാനത് ചോദിക്കാൻ കാര്യം, ഇപ്പൊ ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്മസ് കരോൾ ഉണ്ട്, പിന്നെ കട്ടൻ കാപ്പിയും ക്രിസ്മസ് കരോളും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമാണ്. എന്തെങ്കിലും പറ്റിയോ? പറ്റിയിട്ടില്ല, എനിക്കെല്ലാം പറ്റിയത്. നമുക്ക് സുനിൽ തോമസ് റാന്നി എന്ന് പറയുന്ന ഒരു ലിസണറാണ്. അദ്ദേഹം നന്നായിട്ട് എഴുതുന്ന ഒരു വ്യക്തി കൂടിയാണ്, അതൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം പറയുന്നത് കട്ടൻ കാപ്പിയും കരോൾ രാവും, കാതിൽ മുഴങ്ങുന്ന കരോൾ ഗാനങ്ങൾ അകമ്പടിയായി കട്ടൻ കാപ്പിയും. ഈ കട്ടൻ കാപ്പിയും കരോൾ ഗാനങ്ങളും അല്ലെങ്കിൽ ക്രിസ്മസ് സന്ധ്യയും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. കുരുമുളകും ചുക്കും ഒക്കെ ചേർത്തിട്ടുള്ള കരോള് രാവേറെ ചൊല്ലുമ്പോൾ പാടിത്തളരുമ്പോൾ ആ ഒരു കട്ടൻ കാപ്പി നൽകുന്ന ഊർജ്ജം വളരെ വലുതാണ്. നമ്മുടെ കണ്ടം ഉത്തേജിപ്പിക്കുന്ന ഒരു പാനീയമായിട്ട് മാറുന്നു അപ്പോൾ കട്ടൻ കാപ്പി. ചൂടേറിയും കുറഞ്ഞും എരിവും മധുരവും കലർന്ന കട്ടൻ കാപ്പിയിലൂടെ പ്രിയം ക്രിസ്മസ് രാവുകൾക്ക് പിന്നിട്ട കാലങ്ങളേറെയായിട്ടും കരോളും കട്ടനും അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധം തന്നെയാണ് തുടരുന്നത്. വ്യത്യസ്ത അനുഭവം സമ്മാനിച്ചിടുന്ന കട്ടൻ കാപ്പി. കട്ടൻ കാപ്പിയും കപ്പ പുഴുക്കും കഴിച്ചിട്ടുണ്ടോ? കാച്ചില് കഴിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു കാലത്ത് ഒഴിച്ചുകൂടാനാവാത്ത കരോൾ രാവ് ഇന്നും കട്ടൻ കാപ്പി കരുത്തോടെ അവശേഷിക്കുമ്പോൾ നാമമാത്രമായ കപ്പയ്ക്കും കാച്ചിലിനും ബദലായിട്ട് കട്ടൻ കാപ്പിക്ക് കൂട്ടായി തണുപ്പകറ്റി കരോൾ രാവുകളുടെ ക്ഷീണം തീർക്കാൻ മറ്റു വിഭവങ്ങൾ എത്തി എന്ന വ്യത്യാസം ഒഴിച്ചു നിർത്തിയാൽ പരസ്പരം ഒഴിവാക്കാനാവാത്ത വിധം കരോൾ രാവും കട്ടൻ കാപ്പിയും ഇണക്കുരുവികളായി ഭേദിക്കാനാവാത്ത വിധം തണുപ്പിലും കുളിരിലും ആവി പറത്തി പറക്കുന്നു. കാലദേശാന്തര വ്യത്യാസമില്ലാത്ത കട്ടൻ കാപ്പി. സുനിൽ തോമസ് റാന്നി ഒരു മെസ്സേജ് ഞങ്ങൾക്കൊന്നും ഇത്രയും ചിന്തിച്ചിട്ടില്ല. അല്ല, കട്ടൻ കാപ്പി എന്ന് പറയാം. ഞങ്ങള് കരോളിന് പോകുമ്പോ പാടി തളരാൻ നിർത്തി 2-2:30 ആകുമ്പോ എവിടെയെങ്കിലും ഒരു തട്ടുകട ഉണ്ടാവും. ആ തട്ടുകട ഒരു പക്ഷേ 2-2:30 ആകുമ്പോൾ കട്ടൻ അവരും കടയൊക്കെ ഒതുക്കിയിട്ട് ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരിക്കും. എന്നാലും അവരെ വിളിച്ചുണർത്തി കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചിട്ടാവും പിന്നെ അടുത്ത വീട്ടിലേക്ക് പോകും. ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്താണ്? കാരണം ഇദ്ദേഹം പറഞ്ഞ കട്ടൻ കാപ്പി ഈസ് ഡിഫറെന്റ് ഫ്രം വാട്ട് കട്ടൻ കാപ്പി യു ആർ ടോക്കിംഗ് അബൌട്ട്. നോ കട്ടൻ കാപ്പി ബോത്ത് ആർ മാത്തമാറ്റിക്സ്. ആ കട്ടൻ കാപ്പി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ കട്ടൻ കാപ്പിക്ക് സാധാരണ കാപ്പിയല്ലേ ബ്രോ. ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ചുക്ക് കാപ്പി പോലത്തെ കട്ടൻ കാപ്പിയാ. അതായത് എരിവും മധുരമൊക്കെ, അതായത് കുടിച്ചാൽ നമ്മുടെ ത്രോട്ട് അറിയും. ആ ടൈപ്പ് ഓഫ് കട്ടൻ കാപ്പിയാണ്. അപ്പൊ അത് ഏകദേശം ചുക്ക് കാപ്പിയുടെ ഒക്കെ പോലത്തെ ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ കട്ടൻ കാപ്പി വ്യത്യാസം, അത് പെട്ടിക്കടയിലെ കട്ടൻ കാപ്പി, സാധാരണ കാപ്പി. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെയൊക്കെ ഓർമ്മകളെ ആ ഒരു കരോൾ രാവിലേക്കും കരോൾ പാട്ടുകളിലേക്ക് കൊണ്ടുപോയത് ബ്രോ. ഒരു ദിവസം ക്രിസ്മസ് ഒക്കെ അടുക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല കരോൾ ഗാനങ്ങളൊക്കെ. തീർച്ചയായിട്ടും കരോൾ ഓർമ്മകൾ ഷെയർ ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സ് എത്രമാത്രം കരോൾ ഓർമ്മകൾ ഷെയർ ചെയ്യും. അതൊക്കെ ഓർത്തെടുത്ത് കയ്യിൽ വെച്ചോളൂ. പക്ഷെ ക്രിസ്മസോട് അടുക്കുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ ഓർമ്മകൾ അല്ലെ ചികഞ്ഞെടുക്കാൻ കുറച്ച് ടൈം വേണം. അപ്പൊ നിങ്ങൾ ചികഞ്ഞെടുത്തോളൂ. ഓക്കെ.